ബോധമോ ഇല്ലാതെ എല്ലാവരും എന്റെ പുറകെ വരുന്നത്. ഞാൻ നടക്കുന്ന വഴികളിൽ ചൊരിയുന്നത് പൂക്കളാണ്. പക്ഷേ അത് കഷ്ടപ്പാടുകളുടെയും കൽപ്പത്തിന്റെയും കലാപങ്ങളുടെയും ഏതാപത്ഘട്ടത്തിലും കൂടെ നിൽക്കേണ്ട സൗഹൃദ ബന്ധങ്ങൾ നശിപ്പിക്കുന്ന അട്ടഹാസം. ഞാൻ ഒരു ബന്ധങ്ങളെയും മാനിക്കുന്നില്ല. ഞാൻ മാനിക്കുന്നത് ലഹരി വസ്തുക്കളെയും അത് വാങ്ങാനാകുന്ന പണത്തെയുമാണ്. ഈ പണം കിട്ടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. മാതാപിതാക്കളോ സഹോദരങ്ങളോ മക്കളോ ജീവിത പങ്കാളിയോ ആരുമാകട്ടെ, ആരെയും ഞാൻ അവസാനിപ്പിക്കും. എനിക്ക് വേണ്ടത് പണമാണ്, എനിക്ക് വേണ്ടത് ലഹരിയാണ്. സഹോദരൻ, നിന്റെ ഈ കുത്തഴിഞ്ഞ ജീവിതം അധികകാലം തുടരാനാകില്ല. ലഹരി വസ്തുക്കളുടെ നിരന്തരമായ ഉപയോഗം കാരണം മാരകമായ ഏതെങ്കിലും രോഗത്തിന് നീ അടിമപ്പെടും. ആരോഗ്യം നശിക്കും. ഇപ്പോഴുള്ള ആവേശമെല്ലാം കെട്ടടങ്ങും. അന്ന് താങ്കളെ സഹായിക്കാൻ ആരുണ്ടാകും? താങ്കളെ സ്നേഹിക്കാൻ ആരുണ്ടാകും? എനിക്കൊന്നും കേൾക്കണ്ട സഹോദരി, നിങ്ങൾ പോകും. സഹോദരൻ, ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ. ഇല്ലാതാക്കിയാൽ നിനക്ക് ആരുണ്ടാകും? പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ ഭാവിയെ നശിപ്പിച്ചാൽ പിന്നീട് ജീവിതം എങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ കാരണം ഞാൻ മാത്രമല്ല. ഈ സമൂഹത്തിനും പങ്കുണ്ട്, എന്റെ മാതാപിതാക്കൾക്ക് പങ്കുണ്ട്, എന്റെ അധ്യാപകർക്ക് പങ്കുണ്ട്, നാട്ടുകാർക്കുണ്ട്, സഹപാഠികൾക്കുണ്ട്. അവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു. എന്റെ ഓരോ കുറവുകളും ചൂണ്ടിക്കാട്ടി അവർ എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു. അതിൽ നിന്നെല്ലാം കൂടി രക്ഷപ്പെടാനും വേണ്ടിയാ ഞാൻ ഈ ലഹരിക്ക് അടിമപ്പെട്ടത്. ഞാൻ ഇങ്ങനെ അലസ ജീവിതം നയിക്കുന്നത്. ഞാൻ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടു പോയത്. എനിക്ക് വലിയ മനുഷ്യനായി ജീവിക്കണം. അതിനെ സഹായിക്കുന്ന ക്ലാസുകൾ ബ്രഹ്മകുമാരി സെന്ററുകൾ നൽകുന്നുണ്ട്. കൂടുതൽ അറിയാൻ ബ്രഹ്മകുമാരി സെന്ററുകളുമായി കോൺടാക്ട് ചെയ്യുക. നന്ദി സഹോദരി, നന്ദി. എന്റെ കണ്ണുകളിൽ പ്രകാശം നിറച്ചതിന്.